ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് പ്ലെയിൻ കുർത്തി എങ്ങനെ ചെയ്യാം. ലൈനിങ് ഇല്ലാതെ ഒരു തുണി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു കുർത്തി ചെയ്തെടുക്കാം എന്നാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ ക്ലോത്താണ്. 2.5 മീറ്റർ തുണി എടുത്താൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ 2.25 ആയാലും കുഴപ്പമില്ല, 3/4 സ്ലീവ്സും അതിൻ്റെ കൂടെ വെക്കാൻ നമുക്ക് അത്രയും ക്ലോത്ത് ആവശ്യമുണ്ട്. 2 മീറ്ററിലും നമുക്ക് പ്ലെയിൻ ടോപ്പ് തയ്ക്കാൻ പറ്റും, പക്ഷേ ചെറിയ കൈ മാത്രമേ അതിന് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2.5 മീറ്ററിലാണ് ഞാനിപ്പോൾ ഈ കുർത്തി ചെയ്യാൻ പോകുന്നത്. എനിക്കിവിടെ 44 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ കുർത്തി ചെയ്യുന്നത്. അപ്പോൾ ഈ തുണി മടക്കിയിടുമ്പോൾ നമ്മൾ ഏത് തുണി കിട്ടിക്കഴിഞ്ഞാലും അത് 2ആക്കി അങ്ങ് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം കൂടി ഫോൾഡ് ചെയ്തിട്ടാണ് 4ആയിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും നമ്മൾ രണ്ട് ഫോൾഡിംഗ് ആയിട്ട് ഇവിടെ തുണി മടക്കിയിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ തുണി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണി കിട്ടിയ ഉടനെ 4ആയിട്ട് അങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരുപാട് തുണി വേസ്റ്റായി പോകും. അതുകൊണ്ട് നമുക്ക് ചെസ്റ്റ് പോർഷനിലോ അല്ലെങ്കിൽ ഹിപ്പ് പോർഷൻ, അത് രണ്ടിൽ ഏതാണോ കൂടുതലും നമുക്ക് വിഡ്ത്ത് ആവശ്യം വരുന്നത് എന്ന് നോക്കി ആ ഒരു പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതല്ല, ചില ആൾക്കാർക്ക് ചെസ്റ്റ് പോർഷനായിരിക്കും കൂടുതലുണ്ടാവുക. ഏത് പോർഷനാണോ നമുക്ക് കൂടുതലായിട്ട് മെഷർമെൻ്റ് ഉള്ളത് ആ ഒരു പോർഷൻ മെഷർ ചെയ്തിട്ട് അതിനെക്കാട്ടിയും 2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് തുണി നമ്മൾ മടക്കിയിടുക. അപ്പോൾ ഒരുപാട് തുണി നമുക്ക് വേസ്റ്റായി പോവില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഹിപ്പാന്നിവിടെ അളവ് കൂടുതലാണ് എന്ന് വെച്ചോ. അപ്പോൾ അവിടെ ഹിപ്പ് റൗണ്ട് എത്രയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് അവിടെ നമ്മൾ അത്രയും തുണി മാത്രമേ നമ്മൾ മടക്കിയിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കിട്ടിയ തുണി അതുപോലെ തന്നെ 2ആക്കി മടക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ തുണി ഒരുപാട് വേസ്റ്റായി പോകും. ഇങ്ങനെ മടക്കിയിടുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു കട്ടിങ് കഴിഞ്ഞ് ബാക്കി ഒരു വീതിയുള്ള തുണി പീസ് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കിയിടണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ തുണി ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈ ആവശ്യമുള്ള മെഷർമെൻറ്റിൻ്റെ കൂടുതൽ കിട്ടുന്ന ഭാഗം എനിക്ക് ഹിപ്പ് റൗണ്ടും ചെസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഈ ഹിപ്പ് റൗണ്ടിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കഴിഞ്ഞ് 2 ഇഞ്ച് വിട്ടിട്ട് വരുന്ന അത്രയും തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. നമ്മളിവിടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടാകുമ്പം അവിടുന്ന് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് നമുക്കത് അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ, സ്ട്രെയിറ്റ് കുർത്തിയാണ് ചെയ്യേണ്ടതെങ്കിൽ അതേ മെഷർമെൻറ്റ് മതി. അതല്ല, നമുക്ക് ഇവിടെയാണ് മാർക്കിങ് കിട്ടിയതെങ്കിൽ ഒരു എ ലൈൻ കുർത്തിയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു സ്ലോപ്പായിട്ടും വെച്ചിട്ട് വേണം തുണി മെഷർമെൻറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അത്രയും തുണി നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് കുർത്തിയും തയ്ക്കാം. അതേപോലെ തന്നെ എ ലൈൻ കുർത്തിയാണെങ്കിൽ നമ്മൾ ചെറുതായി ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് വേണം മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും തുണി കണക്കാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 44 ഇഞ്ച് ലെങ്ത്തുള്ള ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗവും ബാക്ക് പോർഷൻ ഞാൻ 1 ഇഞ്ച് അധികം ഷോൾഡറിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിൽ 1 ഇഞ്ച് ഷോൾഡർ ഭാഗത്ത് അധികം കൊടുത്ത് അതിന് ശേഷമാണ് ഫ്രണ്ട് പോർഷൻ അതിൻ്റെ കുറച്ച് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മാർക്കിംഗ് തുടങ്ങാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ഷോൾഡർ നമുക്ക് എത്രയാണെന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ 7.5 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അതായത് 15 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വീതി. അവിടെ ഞാൻ 7.5-ൽ മാർക്ക് ചെയ്തു. ആം ഹോള് 7 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റാണ്. ചെസ്റ്റിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 40 എനിക്ക്. അപ്പോൾ 40/4 എന്നുള്ളത് 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. നമ്മളിത് 4ആയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ 40/4 10 ഇഞ്ച്. ഇവിടെ ഞാൻ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഷെയ്പ്പ്, അതായത് വേസ്റ്റ് ഭാഗം വരുന്നിടത്ത് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്നും 14 ഇഞ്ചാണ് ഞാനിവിടെ ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും നമുക്ക് എത്രയാണ് അവിടുത്തെ മെഷർമെൻറ്റ് നോക്കാം. എനിക്കിവിടെ 36 36/4 9 ആണ്. അപ്പോൾ ഇവിടെ 9 മാർക്ക് ചെയ്തു.
ഇനി ഷോൾഡറിന് തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ വരുന്ന ഭാഗം 21 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗം 21ലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്നും 21ലേക്ക്. അപ്പോൾ അവിടെ ഞാൻ 40 തന്നെയാണ് ഇവിടെയും എൻ്റെ മെഷർമെൻറ്റ്. അപ്പം 40/4 10 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതെല്ലാം ചേർത്ത് വരച്ചു കൊടുക്കാം. ഇത് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ്. ഇത് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ സ്ലിറ്റ് വരുന്ന ഭാഗമാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെസ്റ്റിൻ്റെ ഭാഗം. ഇനി നമ്മളവിടെ ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ വരച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗം ഇങ്ങനെയും വരയ്ക്കാം. ഷേപ്പ് കുറച്ച് തടിയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വയറൊക്കെ ഉള്ളവർക്ക് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെയും വരച്ചു കൊടുക്കാം. ഞാനിപ്പം ഇങ്ങനെ തന്നെയാണ് വരക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റൗണ്ടിൽ ഇങ്ങനെ വരക്കാം. ഇനി അവിടെ നിന്ന് താഴേക്ക് നമുക്ക് സ്ട്രെയിറ്റ് കുർത്തിയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ടാണ് ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്. അതല്ല നമുക്ക് ലൈൻ കുർത്തിയാണ് വേണ്ടതെങ്കിൽ അവിടെ നിന്നും ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം ഇതേപോലെ. അപ്പോൾ അവിടെ ഒരു ലൈൻ പോലെ ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇതാണ് ലൈൻ കുർത്തിക്ക് ഇങ്ങനെയാണ് വരക്കുന്നത്. സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വീതി കുറയും. ഇനി നമുക്ക് 2 ഇഞ്ച് അധികം തയ്യൽ തുമ്പിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും. ഇവിടെ 2 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അതും നമ്മൾ വരച്ചെടുക്കുക. ഇനി നമുക്ക് ആം ഹോളിൻ്റെ കർവ് വരച്ചു കൊടുക്കാം. ആം ഹോൾ കർവ് നമുക്ക് ആം ഹോളിൻ്റെ കർവ് കൈവശം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ നിന്നും 1.5 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 1.5 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ നമ്മൾ എത്രയാണോ ലെങ്ത്ത് എടുത്തത് 7 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുക്കുക. അതിനുശേഷം ഈ ചെസ്റ്റിൻ്റെ ഭാഗവും ഈ പോയിൻറ്റും തമ്മിൽ ഒരു കർവ് വരച്ചു കൊടുക്കുക. ഇത് നടുക്ക് വരത്തക്ക രീതിയിൽ ഈ ഒരു വരയുടെ അറ്റം മുട്ടിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ആം ഹോൾ കർവ്. ഇനി ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഒരു 1/4 ഇഞ്ച് താഴത്തേക്കൊരു ഷോൾഡർ സ്ലോപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. അത് ഫ്രണ്ടിനും ബാക്കിനും നമ്മൾ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് നെക്ക് എത്രയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. വൈഡ് 3 ഇഞ്ചിലും മാർക്ക് ചെയ്തു. ഇതാണ് 6 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് ഞാൻ ഈ നെക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ 3 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ചും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പുള്ള പോയിൻറ്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് കുർത്തി അവിടെ പെർഫെക്റ്റായിട്ട് ഷോൾഡർ ഭാഗം നിൽക്കുകയുള്ളൂ. അതേപോലെ തന്നെ ബാക്ക് വശത്തും ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കണം. ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ബാക്ക് വശത്തും വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ഫ്രണ്ടിലേത് 6 ഇഞ്ചും ബാക്ക് നെക്ക് ഞാൻ 3 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു.
ഇത് നമ്മുടെ ബാക്ക് നെക്കും ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കുമാണ്. ഇത്രയുമാണ് മാർക്കിങ്. ഞാനിപ്പോൾ നെക്ക് ഇവിടെ കട്ട് ചെയ്യുന്നില്ല. നെക്ക് വേറെ തന്നെ ഇതൊക്കെ അടിച്ചെടുത്തതിന് ശേഷം വേറൊരു ഡിസൈൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഈ ഫ്രണ്ടിലേക്ക് നമുക്കൊരു 1/4 ഇഞ്ച് ഉള്ളോട്ടേക്ക്, അതല്ലെങ്കിൽ അവിടെ ഒരു ഷേപ്പ് കിട്ടില്ല, ഒരു 1/4 അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് കുഴിച്ച് മുറിക്കേണ്ട ആവശ്യമുണ്ട്, ഫ്രണ്ട് ഭാഗത്ത് മാത്രം. അതുകൊണ്ട് അതിങ്ങനെ തള്ളി വരച്ചു കൊടുക്കണം ഇതേപോലെ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് പോർഷനാണ്, ഇത് ഫ്രണ്ട്. നമ്മൾ ബാക്ക് ആം ഹോളാണ് ആദ്യം മുറിച്ചെടുക്കുന്നത്. അതിന് ശേഷം ബാക്ക് ഭാഗം മാറ്റി ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടാണ് ഇതേപോലെ കുഴിച്ച് മുറിക്കുന്നത്. നമ്മളിതുപോലെ മുറിച്ചെടുക്കുക. ഇനി ഇത് നെക്ക് മുറിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ചിങ് അലവൻസും ഒരു 1/2 ഇഞ്ച് നമുക്ക് ബാക്ക് വശത്ത് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പെർഫെക്റ്റായിട്ട് കുർത്തി നിൽക്കും. നെക്ക് ഭാഗം ഈ തുണിയിൽ ഞാൻ കട്ട് ചെയ്യുന്നില്ല. അത് ക്യാൻവാസിൽ മുറിച്ചിട്ട്, പേപ്പർ ക്യാൻവാസ് ആയാലും മതി, ക്യാൻവാസിൽ മുറിച്ചിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ ഞാനിപ്പം കട്ട് ചെയ്യുന്നില്ല. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം. നമ്മൾ ഈ ബോട്ടം ഭാഗത്ത് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ ഈ ഒരു കർവ് സ്കെയിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടായാലും ഇതേപോലെ കയറ്റി ഈ ഒരു സൈഡ് നമ്മൾ കുറച്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് തയ്ച്ച് വരുമ്പോഴത്തേനും തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് ഈ ഒരു സൈഡ് മാത്രം 1 ഇഞ്ച് കയറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നത്. ഇത്രയുമാണ് കട്ടിങ്. സ്ലീവ്സിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 12 ഇഞ്ച് നീളത്തിലുള്ള സ്ലീവാണ് ചെയ്യുന്നത്. 12 ഇഞ്ച് നീളത്തിലുള്ള സ്ലീവിന് 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ 6 ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ ബോട്ടം റൗണ്ട്. അതായത് 12 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 6 ഇഞ്ചാണ്. ഞാൻ തുണി 4 ആക്കിയിട്ട് തന്നെയാണ് മടക്കിയിട്ടിട്ടുള്ളത്. മിഡിൽ പോർഷനിൽ 6.5, ഇവിടെ നമ്മൾ 7. അപ്പോൾ ഈ ലെങ്ത്ത് 13 ആണെങ്കിൽ ഈ 3 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. കൈക്കുഴി വരുന്നിടത്ത് 3 അല്ലെങ്കിൽ 3.25 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ചേർത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കണം തയ്യൽ തുമ്പായിട്ട്. 1.5 ഇഞ്ചായാലും കുഴപ്പമില്ല. ഇതാണ് സ്ലീവ്സ്. ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ സെൻട്രൽ ഭാഗത്തും ഒരു കട്ടിട്ട് കൊടുക്കുക. തയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് പോർഷൻ മാത്രം കുഴിച്ച് കട്ട് ചെയ്യണം. സ്ലീവ്സിന് ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗം നോക്കിയിട്ട് നമ്മൾ കുഴിച്ച് മുറിക്കുക. ഇതേപോലെ കട്ട് ചെയ്യണം. അത് ഞാൻ തയ്ക്കുമ്പോൾ മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ.